ഹലോ, ഗുഡ് മോർണിംഗ്. ടൈനി ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സൺഡേ ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ സൺഡേ നമ്മളൊരു ഷോപ്പിംഗ് ഡേ വ്ളോഗാണ്. ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ദേവിയുടെ നിറവറ നടക്കുന്ന സമയമാണ്. അപ്പം നമ്മുടെ വീട്ടിലും വണ്ടി പോയതുകൊണ്ടാണ് നമ്മളെ വീട്ടിലും ഇപ്പം നിറവറ വയ്ക്കുന്നുണ്ട്. അപ്പോൾ നിറവറയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പർച്ചേസിങ് വീഡിയോ ആണ്. അപ്പം നേരം വെളുത്തപ്പോൾ തന്നെ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. നോർമലി സ്ത്രീകൾ ഷോപ്പിങ്ങിന് പോകുമ്പോൾ അറിയാമല്ലോ, രാവിലെ തന്നെ പോയാലും നമുക്കൊരു വൈകുന്നേരം രാത്രിയോടുകൂടി തിരിച്ചെത്താൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും അമ്മയും കൂടെ ഇറങ്ങുന്നുണ്ട്. പോണ വഴിക്ക് കുഞ്ഞേയും വല്യമ്മയും കൂടെ പിക്ക് ചെയ്യും. അവർക്കും എന്തൊക്കെയോ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുണ്ട്. അല്ലെങ്കിൽ നോർമലി ഞങ്ങൾ ഷോപ്പിങ്ങിന് പോകുമ്പോഴത്തേക്കും ഒരുമിച്ച് തന്നെ ആയിരിക്കും പോവാറ്. അതിലൊരു രസം. അപ്പം എല്ലാവർക്കും സാധനവും വാങ്ങാം, ഒരു വഴിക്ക് തന്നെ കാര്യങ്ങളും നടക്കും. നമുക്ക് നല്ല കമ്പനിയായിട്ട് പോവുകയും ചെയ്യാം. അപ്പം അതാ അമ്മയും ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട്. അമ്മയും ഞാൻ ഇവിടെ നിന്ന് പോകുന്നുണ്ട്. പോകുന്ന വഴിക്ക് അവരെയും കൂടെ പിക്ക് ചെയ്യണം. പിക്ക് ചെയ്തിട്ട് നമ്മൾ ഇന്നത്തെ ഞാൻ ഇറങ്ങിയപ്പോൾ ശകലമൊന്നും ലേറ്റായിപ്പോയി. കുറേ നേരം അവൻ കാറ് വിട്ടുകൊണ്ട് കിടക്കുന്നു. ഇനിയെങ്കിലും കയറിയില്ല എന്നുണ്ടെങ്കിൽ അവനെ ഇറക്കി വിടും കാറിൽ നിന്ന്. യെസ്, അങ്ങനെ ഞങ്ങളിതാ വണ്ടി കയറിയിട്ടുണ്ട്. അനിയൻ സാറാണ് ഇന്ന് ഡ്രോപ്പ് ചെയ്യുന്നത് അങ്ങോട്ട്. അപ്പോൾ ഇനി പോണ വഴിക്ക് അവരെയും കൂടെ പിക്ക് ചെയ്യാനുണ്ട്. പിക്ക് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. കട്ട പോസ്റ്റിംഗ് ആണ് വീടിൻ്റെ ഫ്രണ്ടിൽ. അമ്മ അവരെ വിളിക്കകത്ത് പോയിട്ടുണ്ട്. ഞാനും അവനും കൂടെ അതാ പോസ്റ്റ് അടിച്ചിരിക്കുകയാണ്. ആരെയും കാണാനില്ല വീട്ടിൽ നിന്ന്. ഹായ് ഹായ്. അടുത്ത ആളവിടെ. ഞാൻ എത്ര നേരം എൻ്റെ വീഡിയോ ഓപ്പൺ ആക്കി വെച്ചോണ്ടിരിക്കണം എന്നറിയാമോ നിങ്ങളന്ന് കിട്ടാനായിട്ട്? വരൂ എല്ലാവരും എല്ലാവരും ഉണ്ടല്ല. യെസ്, എല്ലാവരും കിട്ടിയിട്ടുണ്ട്. യെസ്, നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. കട്ടാക്കുളങ്ങര രാമചന്ദ്രയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. തിരുവനന്തപുരത്തുകാരുടെ ഒരു കുടുംബ വീട് എന്ന് പറയപ്പെടുന്ന സ്ഥലമാണ് അട്ടക്കുളങ്ങര രാമചന്ദ്രൻ. തിരുവനന്തപുരത്തുകാരുടെ ഒരു കുടുംബ വീട് എന്നറിയപ്പെടുന്ന സ്ഥലമാണ്. ആദ്യം ഞങ്ങൾ പോയത് നിറവറയ്ക്ക് ദേവിക്കുള്ള സാരി എടുക്കാൻ വേണ്ടി സാരി സെക്ഷനിലോട്ടാണ്. കുറേ അവിടെ ഇങ്ങനെ അരിച്ചരിച്ച് നടക്കുകയാണ് ഞങ്ങൾ. നോർമലി പട്ടും സെറ്റും ഒക്കെ നമ്മൾ വയ്ക്കാറുണ്ട് ദേവിക്ക്. ഇതെന്നെ കൊണ്ട് ഒറ്റയ്ക്ക് കൂട്ടിയാൽ ഈ സെലക്ഷൻ കൂടൂല എന്നറിയാവുന്നത് കൊണ്ടാണ് ഞാൻ അവരെയും കൂടെ പൊക്കിക്കൊണ്ട് വന്നത്. ഞങ്ങൾ സാരി അരിക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി. എനിക്കൊരു കൺക്ലൂഷൻ എത്താൻ പറ്റുന്നില്ല. ഞാൻ അങ്ങനെ നടക്കുകയാണ്. എന്നെപ്പോലെ തന്നെ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇത് അവരും നടപ്പുണ്ട്. അമ്മ വേറെ എവിടെയോ അരിച്ചുകൊണ്ട് നടക്കുന്നതോ അപ്പുറം എങ്ങാനും ഉണ്ട് അമ്മ. അങ്ങനെ ഞങ്ങളിത് ഇവിടെ തിരിഞ്ഞ് നടക്കുകയാണ്. നിറപറയ്ക്കുള്ള സാരി എടുക്കാനൊന്നും വന്ന് പറഞ്ഞിട്ട് ഇതാ 3 പേരും കൂടെ വെള്ളായണി പൊങ്കാലയ്ക്കുള്ള സാരിയും തപ്പിക്കൊണ്ട് നടക്കുകയാണ് ഇവിടെ. ഇവരെന്തിനാണ് സത്യത്തിൽ എൻ്റെ കൂടെ വന്നത്? ഇവരിതാ 3 പേരും കൂടെ നിറപറയ്ക്കുള്ള സാരിക്ക് വരെ പൊങ്കാല സാരി അന്വേഷിച്ച് ഇറങ്ങുന്നതാണ്. സാരി ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയില്ല. സാരി നമ്മൾ ജയലക്ഷ്മി എടുക്കാൻ വിചാരിച്ചു. ഇനി അടുത്ത് നമ്മൾ പാത്രങ്ങളും കേട്ടനൊക്കെ മേടിക്കാനാണ് പോകുന്നത്. സാരിയുടെ അതിൽ പരാജയപ്പെട്ടിട്ട് പിന്നെ അടുത്ത് ഞങ്ങൾ പോയത് കുറച്ച് പാത്രങ്ങളൊക്കെ നോക്കണമായിരുന്നു. അപ്പോൾ അതിൽ ഞങ്ങൾക്ക് ഈ പൂജയ്ക്ക് ആവശ്യമായിട്ടുള്ള ചന്ദനക്കിണ്ണം ഈ ടൈപ്പ് സാധനമൊക്കെ വേണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സെക്ഷനിലെത്തിയത്. ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ അതിൽ നിന്ന് എനിക്കിഷ്ടപ്പെട്ടൊരു മോഡൽ ഒരു ചന്ദനക്കിണ്ണം ഞാൻ എടുത്തു. പിന്നെ ഞങ്ങൾക്ക് പറയുടെ റേറ്റ് കൂടെ നോക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ അവിടെ പറ ഇല്ലായിരുന്നു, തീർന്നു, സ്റ്റോക്ക് ഔട്ടായി എന്ന് പറഞ്ഞു ഞങ്ങൾ ചോദിച്ചപ്പോൾ. പിന്നെ ഞങ്ങളവിടെ നിന്ന് ചന്ദനക്കിണ്ണവും മേടിച്ചു. പിന്നെ 2 സ്റ്റീലിൻ്റെ ചെറിയ പാത്രങ്ങളും. നിറപറയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പാത്രങ്ങളും കൂടെ വാങ്ങിക്കാനുണ്ട് കേട്ടോ. ഈ കുത്തുപ്പോണി ചില പുതിയ പാത്രങ്ങളൊക്കെ. അപ്പോൾ അതുകൂടെ അടുത്ത് വാങ്ങാനാണ് കയറിയത്. പിന്നെ വീട്ടിലത്തേക്ക് നമുക്ക് കേർട്ടൻസും പിന്നെ ഫ്ലോർ മാറ്റ് ഇതൊക്കെ വേണം. അപ്പോൾ അതിനും കൂടെ വേണ്ടിയിട്ട് അടുത്ത സെക്ഷനിലോട്ട് വന്നിട്ടുണ്ട് കേർട്ടൻസൊക്കെ നോക്കാനായിട്ട്. ഏകദേശം ഒരു ഉച്ച ആയപ്പോഴത്തേക്കും ഞങ്ങൾ അവിടുത്തെ ഫുഡ് കോർട്ടിൽ തന്നെ ഫുഡ് കഴിക്കാൻ കയറിയാൽ നമ്മളൊരു 3/4 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. അതാണ് അവിടെ സഹിക്കാൻ പറ്റാത്ത കാര്യം. പിന്നെ ഫുഡ് വന്നപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനുള്ള ക്ഷമയൊന്നും ഇല്ലായിരുന്നു. ഞാനങ്ങ് ആർത്തി കൊണ്ട് കഴിക്കുകയാണ് ചെയ്തത്.
ഒരു 2-2:30 കൂടി അവിടുത്തെ പർച്ചേസിങ് മതിയാക്കി. അപ്പോൾ തന്നെ എല്ലാവരുടെ കയ്യിലും ഓരോ കിറ്റ് കവറായി കേട്ടോ. അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ചു. അപ്പോൾ സാരി സത്യത്തിൽ ഞങ്ങൾക്ക് കിട്ടിയില്ല. എനിക്ക് അവിടുത്തെ കളക്ഷൻ എനിക്ക് അങ്ങോട്ട് ദഹിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് അടുത്ത് പോവുകയാണ് ജയലക്ഷ്മിയിലേക്ക്. സത്യത്തിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ സാരി ജയലക്ഷ്മിയിൽ നിന്ന് എടുക്കാമെന്ന് ഞാൻ പറഞ്ഞതായിരുന്നു. അപ്പോൾ പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഇവിടുത്തെ തിരുവനന്തപുരത്തുകാരുടെ ഒരു ആവേശമാണ് രാമചന്ദ്ര എന്ന് പറയുന്നത്. നമ്മൾ ഈ കുഞ്ഞമ്മേരെ വീട്, കുടുംബ വീട് എന്നൊക്കെ പറയുമല്ലോ, അതുപോലെ അവിടെ എവിടെ പർച്ചേസിങ്ങിന് പോയാലും എൻ്റെ അമ്മയ്ക്കൊക്കെ ആണെങ്കിൽ ആ രാമചന്ദ്രയുടെ നടയിൽ പോയി അവരെ 2 തമിഴ് ഡയലോഗ് കേട്ടില്ല എന്നുണ്ടെങ്കിൽ സ്വസ്ഥതയും സമാധാനം ഒന്നും കിട്ടാറില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ കയറിയതാണ്. അത് പിന്നെ അല്ലെങ്കിലും പാത്രങ്ങളും ഒക്കെ വാങ്ങണമായിരുന്നു. അപ്പോൾ പിന്നെ രാമചന്ദ്ര കയറി മൊത്തം എല്ലാം കിട്ടുമല്ലോ എന്നുള്ളത് കയറിയതാണ്. പിന്നെ അവിടെ നിന്ന് ഞങ്ങളടുത്ത് ജയലക്ഷ്മിയിലേക്ക് എത്തി. ഫ്രണ്ടിൽ പാർക്കിംഗ് ഉണ്ട്. പിന്നെ നമ്മൾ എത്തിയിരിക്കുകയാണ് ഡെസ്റ്റിനേഷനിലേക്ക്. സത്യത്തിൽ നമ്മളൊരു കളർ മനസ്സിൽ ഫിക്സ് ചെയ്തുകൊണ്ടായിരിക്കും സാരി ഇപ്പം നമുക്കാണെങ്കിലും ദേവിക്കൊക്കെ എടുക്കാനാണെങ്കിലും ഒക്കെ പോകുന്നത്. പക്ഷെ അവിടെ ചെന്ന് ഈ ഒരുപാട് കളേഴ്സ് കാണുമ്പോഴേ നമ്മളെ മൈൻഡിലുള്ള കളർ ഏത് വഴിക്ക് പോകുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ കുറേ കഷ്ടപ്പെട്ട് ഞാനൊരു സാരി സെലക്ട് ചെയ്തു. അതിൽ നിന്ന് ദേവിക്ക് എൻ്റെ കണ്ണിന് ദേവിക്ക് നന്നായിരിക്കും എന്ന് തോന്നിയൊരു സാരി സെലക്ട് ചെയ്തു. പിന്നെ എന്തായാലും വാഴ നനയുന്നു, അതിൻ്റെ കൂട്ടത്തിൽ ചീരയും കൂടെ നനഞ്ഞോട്ടെ എന്നുള്ള നിലയ്ക്ക് ഞാൻ ചേട്ടനോട് എനിക്കും കൂടെ ഒരു സാരി എന്നൊരു പെർമിഷൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നല്ലവനായ എൻ്റെ ഭർത്താവ് ഒരു അപ്രൂവൽ തന്നു. അങ്ങനെ ഞാൻ പിന്നെ എനിക്കും കൂടെ ഒരു സാരി അവിടെ നിന്ന് തപ്പയാണ്. സാരിയൊക്കെ സെലക്ട് ചെയ്ത് ബില്ലിടാനായിട്ട് കൊടുത്ത ശേഷം 3 പേരും കൂടെ സാരിയും പിടിച്ചുകൊണ്ട് നിൽക്കണേ. ചുമ്മാ എടുക്കൂല, വെറുതെ നിൽക്കണതാണ്. പക്ഷേ ഇവർക്ക് നിന്നില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ലായ്മ. എടുത്തെങ്കിലും കുഴപ്പമില്ല, പക്ഷെ എടുക്കൂല. നിങ്ങൾ 3 പേരും സാരി എടുക്കുകയെന്നേ പിന്നെ ഭയങ്കരമായിട്ട് പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ സാരി പർച്ചേസിങ് കഴിഞ്ഞ് പെട്ടെന്ന് കിട്ടി സാരി. വണ്ടി എടുക്കാൻ ഒരുത്തം പോയിരിക്കുകയാണ്, അവനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഞാനും അമ്മയും സെയിം ടു സെയിം. ഡള്ളായതുകൊണ്ട്, ഒറിജിനലി ഡള്ളായതുകൊണ്ട് അടുത്ത് നമുക്ക് കുറച്ച് സൂപ്പർ മാർക്കറ്റ് സാധനങ്ങൾ വാങ്ങണം. അതിനാണ് പോത്തീസ് എത്തിയത്. സംഭവം സൂപ്പർ മാർക്കറ്റിൽ കയറാനാണ് എത്തിയതെങ്കിലും പർച്ചേസിങ് ഇത്രയും കഴിഞ്ഞ് തളർന്ന ക്ഷീണത്തിൽ ഞാൻ ആദ്യം പോയി ഒരു കോഫി മേടിച്ച് കുടിക്കുകയായിട്ട് ചെയ്ത്. ഇവിടെ വെള്ളായണി പോത്തീസിലെ കോഫി നല്ല ടേസ്റ്റാണ്, അവിടുത്തെ അടുത്ത ഇതിലുള്ള. അപ്പം ഞാൻ അവിടെ നിന്ന് പോയി ഒരു കോഫിയൊക്കെ വാങ്ങിച്ച് കുടിച്ചു. പിന്നെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട് പോകും. അങ്ങനെ ഞങ്ങളിതാ കറക്കമൊക്കെ കഴിഞ്ഞെത്തി. അവരെ 2 പേരെയും പാതി വഴിക്ക് ഉപേക്ഷിച്ചു. അവർ പോത്തീസിലിറങ്ങി, അവരെ പർച്ചേസിങ് കഴിഞ്ഞില്ല. അപ്പോൾ അവരെ പിക്ക് ചെയ്യാനായിട്ട് ബ്രദർ പോവും. ഞങ്ങൾ 3 പേരും കൂടെ വീട്ടിലോട്ട് തിരിച്ചു. രാവിലെ ഒരു 10 മണിക്ക് ഇറങ്ങിയതാണ്. ഇപ്പോൾ സമയം 5-5:30 ആയി. ഒബ്വിയസ്ലി അങ്ങനെ ആയിരിക്കുമല്ലോ, നമ്മൾ പോയിട്ട് വരുമ്പോഴത്തേക്കും എപ്പോഴായാലും ചിലപ്പോൾ ഒരു ഡ്രസ്സൊക്കെ എടുക്കാനായിരിക്കും പോണത്. എന്നാൽ അത്രയും ടൈം അവിടെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു മനസ്സുഖം. അങ്ങനെ നമ്മൾ പോയിട്ട് വിജയകരമായി വീട്ടിലെത്തി. പറ്റാ